ഇൻറ്റേർണൽ കമ്മിറ്റി എല്ലാ സിനിമയ്ക്കും ഉണ്ടായാൽ മാത്രമാണ് ഒരു സിനിമ തുടങ്ങാനുള്ള ഒരു അനുമതി കൊടുക്കുള്ളൂ. അപ്പോൾ ഐസിനെ മോണിറ്റർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ഒരു സാർ, ഫിലിം ചേംബറിൻ്റെ ആളാണ്. അപ്പം സജി നമ്പ്യാത്ത് സാർ, സജിത മഠത്തിൽ, അതുപോലെ തന്നെ റാണി എന്ന് പറയുന്ന ഈ വ്യക്തികളാണ് ഒരു പരാതി കൊടുക്കണം എന്നുള്ള ഇതിലോട്ട് വന്നത്. അപ്പം അങ്ങനെ പരാതി നമ്മൾ കൊടുത്തു എൻ്റെ എല്ലാ സംഘടനകൾക്കും. എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിയമ നടപടി എന്നല്ല, നിയമ നടപടി എടുക്കില്ലെന്ന് ഞാൻ എടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇൻസൈഡ് സിനിമ ഒരു സ്ട്രോങ് അവർക്കൊരു നടപടി എടുക്കണമെങ്കിൽ ദേ നീഡ് കംപ്ലൈൻറ്റ്. 2 കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഒന്ന്, ഇയാളെ വെച്ചെടുക്കുന്ന കുറേ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളുണ്ടാകും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ വ്യക്തിയെ ഇപ്പം എത്ര ഇതുപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോലും ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ എനിക്കുള്ളൊരു അങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എൻ്റെ ഒരു കുറച്ച് പേഴ്സണൽ തോട്ട്സ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് പറയണ്ട എന്നുള്ളൊരു ഉണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല. ഷീസ് ഓൾസോ എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ആ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ വളരെ വിഷമിച്ചിട്ടാണ് പോയത്. എന്നുവെച്ചാൽ ഇത് വെർബൽ ഹറാസ്മെൻ്റ് ഉണ്ട്, സെക്ഷലി ഉള്ളൊരു അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് വെരി ബാഡ്. നീക്കം എന്ന് പറയുന്നത് ഇപ്പം സംഘടനകളെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. ഐസിയിലൂടെ ഇതിൻ്റെ മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. IC ത്രൂ ആണ് അത്. പിന്നെ ബാക്കിയുള്ള അവർ നന്നായി അന്വേഷിച്ച് അതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള സംഘടനകളിലോട്ടൊരു നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. അപ്പം അങ്ങനെ ആ ഒരു പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഈ സംഘടനകളിലാർക്കും അമ്മ സംഘടനകൾക്കും ആരെങ്കിലും അമ്മ സംഘടനകൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടീം അഡ്ഹോക്ക് കമ്മിറ്റി എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇനിയുള്ള നീക്കുപോക്ക് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല. ഇപ്പോൾ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, ICയുടെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നടപടികൾ എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് സിനിമ എടുക്കണം. ഇൻസൈഡ് ഒരു ഇൻറ്റേർണൽ ഒരു പ്രൊസീജിയർ നടക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി ആ സെറ്റും ഞാൻ പറഞ്ഞില്ല, ഞാൻ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും എന്നെ മാന്യമായി ഡീൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണത്. ആൻഡ് ഡയറക്ടർ അടക്കം, അസോസിയേറ്റ് ഡയറക്ടർ അടക്കം, പ്രൊഡ്യൂസേഴ്സ് അടക്കം എന്നെ കംഫർട്ടാക്കി അദ്ദേഹത്തിന് വേണ്ട താക്കീതും നൽകിയിട്ടൊക്കെയുള്ള ഒരു ടീമാണ്. മാത്രമല്ല അതിൽ IC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ICയിലെ ഒരു മെമ്പർ എന്നോട് വന്ന് പരാതിയുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടൊക്കെയാണ് അവരത്രയും പ്രോപ്പറായിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു വേറൊരു പ്രൊസീജിയറാണ് എൻ്റെ അറിവിലുള്ളത്. ഫ്രം IC ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ICയിലൂടെ ബാക്കിയുള്ള സംഘടനകളിലോട്ട് അതിൻ്റെ ഒരു അറിയിക്കും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അമ്മ എന്ന സംഘടന അവരുടേതായിട്ടുള്ള രീതിയിൽ, കാരണം അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഡ്യൂ ടു ഫ്യൂ റീസൺസ് അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.